Bhulaiya എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിനകത്ത് കയറിയിട്ട് കുറെ മണിക്കൂർ പെട്ടുപോയ ആൾക്കാരുണ്ടോ ഇതിനകത്ത്? അതായത് 8 മണിക്കൂറൊക്കെ അകത്ത് പെട്ട് കിടന്നിട്ട് പുറത്തിറങ്ങാൻ പറ്റാണ്ട് നിന്നിട്ടുണ്ട് അതിന്റെ മേളില്. അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ മേളിൽ കയറണം. മെയ്സിൽ കയറിയിട്ട് നമ്മളെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റും നോക്കാം അല്ലെ. അപ്പൊ അതിന്റെ സെക്കൻഡ് നില 2ാം നിലയിലെ മെയ്സിന്റെ അങ്ങോട്ട് എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. അതിന് നമ്മൾ പെട്ട് പോകും നോക്കാം. മെയ്സി നീ വിടുവോ? നമ്മളിതല്ല ഇതിന്റെ അപ്പുറത്തും ചാടിക്കിടന്നാണ്. അവിടെ അല്ല പറഞ്ഞത്, ഇവിടെ പറഞ്ഞത് ചെരുപ്പിൽ പുള്ളിട്ട് വൻ ചൂടാല്ലേ. അകത്തോട്ട് വന്നോ? ഇവിടുന്ന് ഒരു വഴി അടിയിലോട്ട് പോകുന്നുണ്ട്. നമുക്ക് ഈ വഴി ഡൽഹിയിലോട്ടോ അതുപോലെ തന്നെ ആഗ്രയിലോട്ടൊക്കെ പോകാൻ പറ്റുമെന്നാണ് പറയണത്. കണ്ടത് ഇങ്ങോട്ടൊരു വഴി കിടക്കണ്ടത്, ഇങ്ങോട്ട് വേറെ വഴി. അമ്പോ ഊടുപാട വഴിയാ. എങ്ങോട്ടാ? ചെറുതായിട്ടൊന്ന് പണി ഇട്ടിട്ടുണ്ട്. വഴി ഒന്ന് പാളി. നമ്മള് പിന്നെ വന്ന സ്ഥലം തന്നെ കിടന്ന് കറയിക്കോട്ടിരിക്കും കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ബറാമറിലേക്കാണ് പോണേ. അതിന്റെ അവിടെ ഫ്രണ്ടിൽ ഇപ്പുറത്തോടെ ഉള്ള ഒരു വലിയൊരു ഗേറ്റ് ആണ് നിങ്ങൾ കാണാം കേട്ടോ. ഈ ഗേറ്റിന്റെ അകത്തോടെ തന്നെയാണ് റോഡൊക്കെ പോയേക്കണം. ഫുൾ ഇങ്ങോട്ടും വണ്ടികളെല്ലാം പോകുന്നത് ഇതിന്റെ അകത്തോടെ തന്നെയാണ്. അപ്പത്തേ അവിടെ ചെന്നിട്ട് അങ്ങോട്ടാണ്. ഇതൊക്കെ ഒരു ബറാമമ്മയുടെ പാട്ടാണ്. അപ്പം നമുക്ക് എന്തായാലും അവിടെ ചെല്ലാം. അവിടുത്തെ കൂടെ ഉള്ള ടിക്കറ്റ് നമ്മൾ എന്തായാലും എടുത്തിട്ടുണ്ട്. രക്ഷയില്ല കേട്ടോ, ഭയങ്കര വലുതാണ്. പിന്നെ ഇതിന്റെ മേളിൽ കാണാണ് ഭൂലുബുലയ്യ. ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല. അത് പുറത്തിറങ്ങിയ ഒരു ടെക്നിക്ക് ഉണ്ട്. അതിന്റെ അകത്ത് കയറിയിട്ട് നമ്മൾ വലത് സൈഡ് ചേർന്ന് പിടിച്ചാൽ മാത്രമാണ് നമുക്ക് പുറത്തിറങ്ങി വരാൻ പറ്റുള്ളൂ. അത് മെയ്സാണ്, ഒരു മെയ്സാണ് ശരിക്കും ഭൂലുബുലയ്യ. നമ്മൾ ഇവിടുത്തെ ലോക്കൽ അറിയപ്പെടുന്ന ഒരു ഭൂലുബുലയ്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിനകത്ത് കയറിയിട്ട് കുറെ മണിക്കൂർ പെട്ടുപോയ ആൾക്കാരുണ്ടോ ഇതിനകത്ത്? അതായത് 8 മണിക്കൂറൊക്കെ അകത്ത് പെട്ട് കിടന്നിട്ട് പുറത്തിറങ്ങാൻ പറ്റാണ്ട് നിന്നിട്ടുണ്ട് അതിന്റെ മേളില്. അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ മേളിൽ കയറണം. മെയ്സിൽ കയറിയിട്ട് നമ്മളെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റും നോക്കാം അല്ലെ. നമ്മളെന്തായാലും മല സൈഡ് ചേർന്ന് പിടിച്ചെങ്കിൽ ഇറങ്ങി പോരും. നമ്മുടെ ഇമാമറയുടെ തൊട്ട് സൈഡിലായിട്ടാണ്, ഇട സൈഡിലായിട്ട് ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട്. ഭയങ്കര വലിയൊരു മസ്ജിദ് അല്ലേ. ഭയങ്കര രസം കാണാൻ. ഇതെല്ലാം തന്നെ 1775 പണി തുടങ്ങിയാണ് ഈ ഒരു സംഭവങ്ങൾ ഫുള്ളായിട്ടല്ലേ. 100 കൊല്ലത്തോളം സമയമെടുത്താണ് പണി തീരുന്നത്. തന്നെ ഈ ഒരു ചുറ്റുവട്ടത്താണ് നടക്കുന്നത്. ക്ലോക്ക് ടവർ, ബറാമാമ്ര, പിന്നെ ചോട്ടാ മാമ്ര, പിന്നെ പിക്ചർ മ്യൂസിയം, അങ്ങനെയുള്ളതല്ല. ഈ ഒരു ചുറ്റുവട്ടം എന്ന് പറഞ്ഞാൽ ഒരു എങ്ങനെ പറയണ ഒരു കിലോമീറ്റർ ഇല്ല, ഒരു 500 മീറ്റർ അങ്ങനെയുള്ള ആ സംഭവത്തിലാണ് ഇത് മുള്ളും ചുറ്റി കിടക്കുന്നത്. ബറാമാമ്ര കയറുമ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ ഊരിയാക്കണം അല്ലേ. പിന്നെ നമ്മൾ തിരിച്ച് അതിൻ്റെ ചെരുപ്പ് ഭൂമി സ്ഥലമായതുകൊണ്ട് നമുക്ക് ചെരുപ്പ് നിന്നിട്ട് അകത്ത് കയറാൻ പറ്റില്ല. ഇവിടെ 2 രൂപ അല്ലേ? ഇവിടെ 2 രൂപ നമ്മൾ ചോദിച്ചിട്ടില്ല. 2 ആ. ഇതിന്റെ ഇതുപോലെ തന്നെ താഴത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അല്ലേ. നമുക്ക് മുകളിൽ ഭൂലുബുലയ്യ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതിന്റെ നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. ആ മെയ്സ് പിന്നെ ഈ ഒരു കോമ്പൗണ്ടിൽ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാം. ഇതിന്റെ അകത്ത് മാത്രം എടുക്കാൻ പറ്റില്ല, ചെരുപ്പ് ഇടാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു പ്രാർത്ഥന കാണുന്ന സ്ഥലമല്ലേ. പിന്നെ ഒരു സ്ഥലമായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ മുഹർ അതുപോലെയുള്ള എല്ലാ മെയിൻ ഫെസ്റ്റിവൽസിനും കൂടെ വൻ സെലിബ്രേഷൻ ആകും. അപ്പോൾ അതിന്റെ സെക്കൻഡ് നില 2ാം നിലയിലെ മെയ്സിന്റെ അങ്ങോട്ട് എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. അതിന് നമ്മൾ പെട്ട് പോകും നോക്കാം. മെയ്സി നീ വിടുവോ? നമ്മളിതല്ല ഇതിന്റെ അപ്പുറത്തും ചാടിക്കിടന്നാണ്. അവിടെ അല്ല പറഞ്ഞത്, ഇവിടെ പറഞ്ഞത് ചെരുപ്പിൽ പുള്ളിട്ട് വൻ ചൂടാല്ലേ. അകത്തോട്ട് വന്നോ? നമ്മള് അകത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ നമ്മൾ ഭൂലുബുലയിലേക്ക് പോവാല്ലേ. എന്തായിട്ട് കാലുപുള്ളിട്ട് ഈ സൈഡ് കയറി നോക്കൂ. അപ്പൊ നേരെ ഭൂലുബുലയിലേക്ക് പോവാണ്. നമുക്ക് അങ്ങോട്ട് ഇതുപോലെ ഗൈഡിനെ കിട്ടുന്ന 2 പേർക്ക് 100 രൂപ. നമ്മൾ ആരാണ്ടൊക്കെ അവിടെ കയറുന്നുണ്ട്, അവരെ പുറകെ പിടിച്ചേക്കാം. നമ്മളിതേ ഭൂലുബുലയ്ക്ക് അകത്തോട്ട് ഇറങ്ങാൻ പോവാട്ടോ. ഊടുപാട വഴികളല്ലേ. അങ്ങോട്ട് വേറെ വഴി. ഇവിടുന്ന് ഒരു വാതിലുണ്ടോ നോക്കിയാന്ന്. ഇവിടെ നമുക്കതേ അതിനകത്തോട്ട് വേണ്ടല്ലോ, ഇമാമറയ്ക്ക് അകത്തോട്ട് നോക്കാൻ ഒരു വാതിലുണ്ടല്ലോ. അത് അവിടെ ഉണ്ട്. ഇവിടെ ഒക്കെ തന്നെ വാതിലുകളുണ്ട്. ഇവിടുന്ന് ഒരു വഴി അടിയിലോട്ട് പോകുന്നുണ്ട്. നമുക്ക് ഈ വഴി ഡൽഹിയിലോട്ടോ അതുപോലെ തന്നെ ആഗ്രയിലോട്ടൊക്കെ പോകാൻ പറ്റുമെന്നാണ് പറയണത്. വിമൽ അവിടെ ഉണ്ട്, അങ്ങോട്ട് പോകാൻ നമുക്ക്. വഴി ബ്ലോക്ക് ആയേക്കുവാണ്. ഊടുപാട വഴിയാണ്. അപ്പൊ ഇവിടെ ഇങ്ങോട്ടൊക്കെ വാതിലാട്ടോ അളിയാ. വാതിലും വഴികളും അല്ലാതെ നമ്മളിച്ചിരി പറഞ്ഞ കേട്ടില്ല, അടിയിലോട്ട് മറ്റേ ഡൽഹിയിലോട്ട് ആഗ്രയിലോട്ടൊക്കെ പോകാന്ന് പറഞ്ഞു. ഇവിടുന്ന് ഞാൻ കാണിച്ചു നിർത്താണത്. ഇവിടെ പോട്ടെ. ട്രാഫിക് ബ്ലോക്ക് ഒരു രക്ഷയില്ല, അതുപോലെ തിരക്ക ആൾക്കാർ ഇവിടെ വന്നിട്ട്. ഇപ്പൊ ഇതിനകത്ത് പെട്ട് വന്നെന്തായാലും പേടിക്കണ്ട, ആരിലൊക്കെ പുറകെ പോയാൽ മതി. അമ്പോ അങ്ങ് കിടക്കുവല്ലേ. ഇത് പിന്നെ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന
നമുക്ക് അടിയിലേക്കുള്ള വഴികളാണ് പോകേണ്ടത്. സംഭവം കേട്ടോ ശരിക്കും ഉണ്ടാക്കിയേക്കുന്ന മെയ്സ്. ഇതൊക്കെ ശരിക്കും ഇവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. അതായത് വഴി അറിയാവുന്ന എന്തെങ്കിലും കാറിലൊക്കെ തന്നെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ തന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഈ ഒരു വഴി തന്നെ രക്ഷപ്പെടാൻ പറ്റും. കണ്ടത് ഇങ്ങോട്ടൊരു വഴി കിടക്കേണ്ടത്, ഇങ്ങോട്ട് വേറെ വഴി. അമ്പോ ഊടുപാട വഴിയാ. മേളിലേക്ക് വഴിയുണ്ട്. ഇത് പിന്നെ മേളിലേക്കാണ് കുഴപ്പമില്ല, മറ്റേ അടിയിലേക്കാ. അല്ല ഇവിടെ മെയ്സ് ഉണ്ടോ അല്ലേ? അതെ. ഓ ഇവിടെ മറ്റേ അകത്തുനിന്നുള്ള വ്യൂ ആണ്. കാണിച്ചു തരാം. അതിന്റെ അകത്തെ ഒരു ഹാളിന്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ്. ഉണ്ടാ നമ്മളിത് അതിന്റെ ഒരു മേളിലോട്ട് കയറി വന്നിട്ടുണ്ട്. ഏറ്റവും മേളിലെ ഭാഗമാണ്. നൈസായിട്ട് ഭൂലുപ്ലേന്ന് എസ്കേപ്പ് ആയിട്ടോ അല്ലേ? അതെ, നമുക്കൊന്നും സീൻ ഇതൊക്കെ എന്തൊക്കെ അതിന്റെ മേളിൽ നിന്ന് ഈ ഒരു ഇമാമറിന്റെ ഒരു ഫുൾ ആയിട്ടുള്ള വ്യൂ കിട്ടല്ലേ? കാണിച്ചു തരാം. കണ്ടല്ലേ? ഇതാണ് സംഭവം. ഒരു രക്ഷയില്ല കേട്ടോ, പൊളിയാണ്. ഇത് ഒരു മസ്ജിദാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഗേറ്റ് അതിന്റെ അപ്പുറയാണ്. ഇത് രണ്ടാമത്തെ ഗേറ്റ് ആണ്. ഇതാണ് മെയിൻ സ്ഥലം. ഇത് ഫുള്ള് ഇതിന്റെ അടിക്കട ഭൂലുപുലയാണ് അല്ലേ? ഡൽഹിക്ക് ഒരു പോയിന്റിന്റെ അടിക്കട വഴിയുണ്ട്. അപ്പൊ സംഭവം ഹെവിയാ. വേണമെങ്കിൽ ചാടിയിട്ട് വേണമെങ്കിൽ പോവാം. ബൈക്കൊക്കെ കൊണ്ടുപോകാൻ പാടാ. അതെ അതെ, എല്ലാം നമുക്ക് പോകാം. കാരണം അതെ, നമുക്ക് താഴത്തോട്ട് ഇറങ്ങി പോകാൻ ഒരു വഴിയുണ്ട്. ഇത് രണ്ട് വഴിയുണ്ട്. ഇത് ശരിക്കും രണ്ട് നില കഴിഞ്ഞിട്ട് മുഴുവൻ മൂടുവഴികളല്ലേ? ഞാൻ അവിടെ നിൽക്കണേ. ഇത് എത്ര വഴി പണി വെച്ചേക്കണം? നിങ്ങൾക്ക് മര്യാദക്ക് ഒരു വഴിയെല്ലാം പണിതാ പോരെ. ആ അതെ, എങ്ങോട്ടുണ്ടല്ലോ. ആ വഴിയടാ താഴത്തോട്ടാ. ഇതിപ്പോ എവിടെ എത്തി? ഇവിടെ എത്തിയിട്ടുണ്ട്. താഴത്തോട്ടോടെ ഇത് നമ്മൾ വന്ന വഴിയാടാ. പിന്നെ നമ്മളെ പറ്റിക്കാനോ? നടക്കൂല. ഇത് താഴത്തോട്ട് വഴിയുണ്ടല്ലോ. ഇവിടെ കണ്ട താഴത്തോട്ട് വഴിയുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ കണ്ടല്ലോ. ഇവിടെ തേര് വഴി പറിച്ച അതല്ല വഴിയല്ല. എങ്ങോട്ടാ? ചെറുതായിട്ടൊന്ന് പണി ഇട്ടിട്ടുണ്ട്. വഴി ഒന്ന് പാളി. നമ്മള് പിന്നെ വന്ന സ്ഥലം തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങോട്ടാ? ഓ മുകളിലെത്തി. നമ്മള് ധൈര്യമല്ലേ ഇറങ്ങുന്നേ? വന്ന വഴി പോയി നോക്കാം. അവിടെ ഇതെവിടെ ഇത്? ആ എന്നാ പോട്ടെ, നേരെ അങ്ങോട്ട്. ഷോപ്പിൽ കയറിയിട്ട് മറ്റേ വഴിയാണ് അറിയാവുന്ന വഴിയോ? പിന്നെ അപ്പഴൊക്കെ ഇറങ്ങിയിട്ട് എടാ നമ്മളെ ഇത്ര ഇങ്ങനത്തെ കിടന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നേ. അവിടെയാണ് സംഭവം. ഓ ഇത് ശരിക്കും നമ്മളെ കുഴപ്പിച്ചോളൂ ഇവിടെ ആളെ അല്ലേ? കുട്ടിങ്ങി അവസാനം വേറെ ആളുടെ ഹെൽപ്പ് കിട്ടുന്നു. വലിയ ഡയലോഗ് വിട്ടാ ആദ്യം. ഇതൊക്കെ എന്തെന്ന്. ഇവിടെ ഒരുത്തം കേറിയിട്ട് പുറത്തിറങ്ങണ കുറച്ച് പെടപ്പാട് വിടും കേട്ടോ. പാടോ എവിടെയൊക്കെ കയറണം? ഇത് വഴിക്കാന്ന് അറിയാമല്ലോ. ഇത് ചില സ്ഥലത്തോടൊക്കെ പോകാൻ പറ്റും. ഞാൻ കണ്ടുപിടിച്ച പക്ഷേ ലോക്ക് ചെയ്തിട്ടേക്കോ അത്. ഡൽഹി എത്ര എന്റെ പൊന്നെ മോനെ എത്തിട്ടോ. സംഭവം എത്തി. ഇവിടെ നമ്മൾ കയറിയ ഇല്ലെങ്കിൽ ഇറങ്ങി പോയ താഴത്തോട്ട് എത്തും. എന്തായാലും പെടൂട്ടോ. നമ്മളൊരു 1 മണിക്കൂറുള്ളിൽ കിടന്ന് ഇറങ്ങിയില്ലേ? 1 മണിക്കൂർ. അതെ. അപ്പൊ ഇതും കൂടെ ഇറങ്ങി നമുക്ക് താഴത്തോട്ട് ഇറങ്ങി പുറത്തോട്ട്. നമ്മളിപ്പോ ബെറാമാമരം പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറെ സ്ഥലത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? അകത്ത് കയറുമ്പോൾ ചിലയിടത്ത് വീഡിയോ എടുപ്പിക്കില്ല. അവരവിടെ കയറുമ്പോൾ തന്നെ ഇവിടെ പുണ്യ സ്ഥലമാണ് എടുക്കരുത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. ഞങ്ങളകത്ത് കയറുന്ന പറയും കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട്. തന്നെ ഒരു കുഴപ്പമില്ല. ഇവിടെയൊക്കെ മൈക്കിലൊക്കെ വിളിച്ച് പറഞ്ഞാൽ വീഡിയോ എടുക്കരുത്, ടിക്ടോക്ക് ചെയ്യരുത്, അങ്ങനെ എന്നാണ്ടൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ ഒരു ഫോട്ടോ എടുക്കുന്നിട്ടാണ് പോലീസുകാരനെ ഓടിച്ചിട്ടു. നടക്കലാണ് ഓടിച്ചിട്ടു. അപ്പം നമ്മൾ 1-2 ഫുഡ് കോർണേഴ്സിൽ പോകുന്ന പറഞ്ഞാൽ നമ്മൾ മറ്റേ നമുക്ക് ബീഫ് കബാബും അതുപോലെ തന്നെ പിന്നെ നെഹാരി കുൽച്ച, പിന്നെ
മട്ടൻ. മട്ടൻ നേരെ കുറിച്ച് ചിക്കൻ നേരെ കുറിച്ച് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത് കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് പോകാൻ പറ്റുന്നില്ല. അവിടെ ഒരു പോലീസിൻ്റെ എന്തോ വിഷയം ഉണ്ടായി, അവിടെ ക്ലോസ് ആ കടയൊക്കെ അടച്ചതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഫുള്ള് ഇപ്പോൾ പോലീസ് തിരക്കാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് നേരെ വേറെ എവിടെ സ്പോട്ടിൽ പോയിട്ട് ഇച്ചിരി ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ സാറിൻ്റെ. അപ്പോൾ നമ്മളിവിടെ ലക്നൌവിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ താമസിച്ച് നമ്മളൊരു സാറിൻ്റെ കൂടെയാണ്. അപ്പോൾ സാറിൻ്റെ ഒരു 200 കൊല്ലം പഴക്കമുള്ള ഒരു ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഒരു എന്താ പറയുക ബംഗ്ലാവ് എന്ന് പറയാം. ബംഗ്ലാവിലാണ് നമ്മൾ താമസിച്ച്. ഇതാണ് വീട് കേട്ടോ, ഒരു രക്ഷയില്ല, ഭയങ്കര വലിയ ബംഗ്ലാവല്ലേ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബംഗ്ലാവിൽ താമസിക്കുന്നത്. അതായത് നമുക്ക് ഇങ്ങനെ ഒരിടത്ത് കാര്യമായി നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, മറ്റേ ഈ ഇംഗ്ലീഷുകാരുടെ പണ്ടത്തെ പടം മറ്റേ തോക്കൊക്കെ ആയിട്ടാണ്. നമുക്ക് ചെറിയ പേടിയൊക്കെ തോന്നിയിട്ട് ആ കണ്ടു കഴിഞ്ഞാലൊക്കെ. അപ്പോൾ ആ പണ്ടത്തെ ഒരു സെറ്റപ്പിൽ തന്നെയായിട്ട് എപ്പോഴും ആ ഒരു മാറ്റം ഇതിൻ്റെ അകത്ത് വരുത്തിയിട്ടില്ല. ഇന്നത്തെ എല്ലാം ഒരു പഴയ സ്റ്റൈലിൽ തന്നെ എല്ലാം ഉണ്ടാക്കണേ. ഇപ്പോൾ എന്നാ പറയണേ, ഫാൻ്റെ സ്വിച്ച് തൊട്ട് എല്ലാം പഴയത് തന്നെ, എല്ലാം വിൻറ്റേജ്. അതായത് 1800 കാലഘട്ടങ്ങളിൽ 1900 കാലഘട്ടങ്ങളിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഇവിടെ അകത്ത് ഫുള്ള് യൂസ് ചെയ്യുന്നത്. പുതിയ കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് പഴയത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതെ, പഴയത് മാക്സിമം പഴയത് മാറ്റാതെ തന്നെയാണ് ചെയ്തേക്കണം. പറഞ്ഞു നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ പറ്റാം, നിങ്ങൾ ഇത്ര ദൂരം വണ്ടി ഓടിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് റെസ്റ്റ് വേണം, അവിടെ നിങ്ങൾ 2-3 ദിവസം എന്തായാലും എൻ്റെ അടുത്ത് നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതേ സാറിൻ്റെ വണ്ടികളാണ് ഈ കിടക്കണേ. ഒരു ഹുണ്ടായുടെ സൊനാറ്റ എന്ന് പറഞ്ഞ സൊനാറ്റ ഗോൾഡ്, പിന്നെ ഇത് ഒരു അംബാസിഡർ ഉണ്ട്, ഒരു സ്വിഫ്റ്റും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ നമ്മുടെ ബൈക്ക് എടുക്കണ്ട, ഈ ഒരു കാറ് നമുക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഡ്രൈവർ വരെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നോക്കാം കേട്ടോ. അതെ അതെ, സാറ് ഞങ്ങൾ ഒരാൾ വിട്ട് എങ്ങോട്ട് എന്നെ വേണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ സാറ് ഞങ്ങൾക്ക് ചെയ്ത് തരും കേട്ടോ. ഭയങ്കര സ്നേഹമാണ്, ഞങ്ങളൊരു ഫാമിലിയാണ്. അത് ശരിക്കും ഒരു ഒറ്റ ഫാമിലി പോലെയാണ് സാറ് കരുതുന്നത്. സാറ് വന്നപ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, ഞങ്ങളൊരു ഫാമിലിയുടെ ആളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറയാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്നാണ് ഞങ്ങളോട് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് ഇത്ര ദിവസം ഇവിടെ നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ സാറാണ്. സാറിൻ്റെയാണ് ഈ ഒരു വീട്. അപ്പം സാറിന് നമുക്ക് പരിചയപ്പെടാം. സാർ, യുവർ നെയിം? Biren Thapar. Biren Thapar. So you are originally from where, sir? I am what? I mean, you are from native place here? I am from Lucknow. Lucknow. And it was a great pleasure to have you two young boys. Yeah. Here. You said you were going to come for 1 day and you stayed on for 5 days. And I do hope you liked this lovely city. Yeah, I mean, very much liked, sir. It's like we are trying to just pass through Lucknow actually. Yes, you had no idea about it. I told you that it's a cultural capital, a historic city, and world famous for its cuisine. Yeah, I mean, especially that kebabs. I mean, yeah. Yeah, the kebabs were lovely and you missed out on Nehari kulcha. Yeah, we missed it. Nehari kulcha, we missed it. You couldn't even go to Tunde kebab in Aminabad. But we had that like special mutton biryani. You had mutton biryani, you had lal gosht. Yeah. And you did have 1 or 2 kebabs also. And you had great company. Yeah, I mean, how many couch surfers you met? It's like 1, 2, 3, 4. It's like four. Yes. So in an unknown place where you didn't know anyone, you made such good friends. Now it is up to both of you all to keep friendship. We also got so much connections, right? If you go to Mumbai, we have one. I mean, MP pe hai, Manali, we got one connection in Manali. These are the advantages of couch surfing. Yeah. You come as a stranger and go back as a friend. Yeah, I mean, now it's a family. You're home. Come whenever you want to, but drive carefully. Yeah, okay, sir. Drive very carefully. Yeah. Thanks for it. Vimal, the next time we see you, you will be talking more. Okay. Yeah. Now you only talk when there's some beautiful girl around. Otherwise you don't talk. Huh?